ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ കാൽവറി ടെമ്പിൾ ചർച്ചിന്റെ ആരാധനാലയം പൊളിച്ചു നീക്കുവാൻ ഉത്തരവ്. ഗുണ്ടൂർ ജില്ലയിലെ നമ്പൂരു ഗ്രാമത്തിലാണ് ഈ ആലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാൽവറി ടെമ്പിൾ ചർച്ച് ഡോക്ടർ സതീഷ് കുമാറാണ് ആരംഭിക്കുന്നത്. ഡോക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന പ്രധാന സഭയിൽ ഏകദേശം 4 ലക്ഷത്തോളം അംഗങ്ങളാണുള്ളത്. ഓരോ ഞായറാഴ്ചയിലും 3 ലക്ഷത്തിലധികം ആളുകൾ അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നാണ് സഭ അവകാശപ്പെടുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ ചർച്ചാണത്. 2024 ഗുണ്ടൂർ സ്വദേശിയായ വസന്തരായപുരം എന്ന വ്യക്തി ഈ സഭയ്ക്കെതിരായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചു. ആ പരാതിയിൽ പറയുന്നത്, നിയമവിധേയമായിട്ടല്ല ഈ സഭ പ്രവർത്തിക്കുന്നത്, വലിയ തോതിലുള്ള മതപരിവർത്തനം ഈ സഭ നടത്തുന്നു. ഈ 2 ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ പഞ്ചായത്തി രാജ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ശബ്ദ മലിനീകരണ ബോർഡ് എന്നിവയിൽ നിന്നുള്ള നിയമപ്രകാരമുള്ള അനുമതികളൊന്നുമില്ലാതെയാണ് ഈ സഭാ ഹാൾ പ്രവർത്തിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. PMOയിൽ ലഭിച്ച ഈ പരാതി PMOയിൽ നിന്ന് സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു കൊടുത്തു. അതനുസരിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആരാധനാലയം പൊളിച്ചു നീക്കുവാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഉത്തരവിനോട് കാൽവറി ടെമ്പിൾ ചർച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 10,000-കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഈ സഭയ്ക്കെതിരെയുള്ള നടപടി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയിൽ സഭ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് അറിയുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. ലോകപ്രശസ്ത സുവിശേഷ പ്രഭാഷകനായ ഡോക്ടർ സതീഷ് കുമാർ 2005 തന്റെ സഭാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കുക്കിടപ്പള്ളിയിലെ ഒരു ചെറിയ വീട്ടിൽ 25 പേരുമായി ആരംഭിച്ച സഭ വളരെ പെട്ടെന്ന് വളർച്ച പ്രാപിക്കുകയും തുടർന്ന് ഹൈദരാബാദിൽ വിശാലമായ സംവിധാനങ്ങൾ ഒരുക്കുകയുമായിരുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സതീഷ് കുമാർ 12ാമത്തെ വയസ്സിലാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. 18 വയസ്സായപ്പോഴേക്ക് തന്നെ അദ്ദേഹം ഒരു സുവിശേഷ പ്രഭാഷകനായി മാറിയിരുന്നു. ഹൈദരാബാദിൽ മാത്രമല്ല, തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ധാരാളം കൺവെൻഷനുകളിൽ അദ്ദേഹം സ്ഥിരം പ്രസംഗകനായി മാറി. തനിക്ക് ലഭിച്ച പ്രത്യേകമായ ദൈവിക നിയോഗപ്രകാരവും ദൈവിക അരുളപ്പാട് പ്രകാരവും 2005 ഒരു ലോക്കൽ സഭ സ്ഥാപിക്കുകയായിരുന്നു. താനൊരു വലിയ സഭയുടെ ശുശ്രൂഷകനാകുമെന്നുള്ള ദൈവിക ആലോചനയാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കുക്കിടപ്പള്ളിയിൽ ആരംഭിച്ച ഈ സഭയിലേക്ക് 1000-കണക്കിന് ആളുകൾ വന്നുകൂടുവാൻ തുടങ്ങിയതോടെ വിശാലമായ സംവിധാനങ്ങൾ സഭയ്ക്ക് ആവശ്യമായി വരികയും ഹൈദരാബാദിൽ 12 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വിശാലമായ ആരാധനാലയം നിർമ്മിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. ഈ ആരാധനാലയം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുവാനുള്ളത്. കേവലം 52 ദിവസങ്ങൾ കൊണ്ടാണ് ഹൈദരാബാദിലെ ഈ ആരാധനാലയം പണി പൂർത്തിയാക്കിയത്. 18,000 ആളുകൾക്ക് ഇരുന്ന് ആരാധിക്കുവാൻ പറ്റുന്ന ആരാധനാലയത്തിന്റെ പണി 52 ദിവസങ്ങൾ കൊണ്ട് താൻ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേട്ടു നിന്നവരെല്ലാം അത്ഭുതം കൂറി. എന്നാൽ അദ്ദേഹത്തിന് വലിയ ഉറപ്പുണ്ടായിരുന്നു. അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പ്രധാനമായും വേദപുസ്തകത്തിലെ നെഹമ്യാവിന്റെ പുസ്തകമാണ്. 12 ഏക്കർ സ്ഥലം ആരാധനാലയം പണിയുന്നതിന് വേണ്ടി വാങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. അങ്ങനെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1000-കണക്കിന് ആളുകൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സഭയുടെ നിർമ്മാണത്തിന് വേണ്ടി, സഭ ആരാധനാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുവാനാണ് അദ്ദേഹത്തിന് പ്രേരണയുണ്ടായത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 52 ദിവസം കൊണ്ട് യെരുശലേം പട്ടണത്തിന്റെ മതിലുകളെ നെഹമ്യാവ് പണി പൂർത്തിയാക്കിയതിന്റെ കഥ പറഞ്ഞുകൊണ്ട് ആ ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് താൻ ആ ദിവസങ്ങളിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗങ്ങളുടെ ഒടുവിൽ ഉപവാസ പ്രാർത്ഥനയെ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഈ പട്ടണത്തിൽ, ഈ 12 ഏക്കർ സ്ഥലത്ത് നമ്മൾ 18,000 പേരിരിക്കുന്ന ഒരു ആരാധനാലയം 52 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കും. കേട്ടവർ അത്ഭുതം കൂറി. എങ്ങനെയാണ് അങ്ങനെ 52 ദിവസം കൊണ്ട് ഇത്ര വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിക്കുന്നത്, ഇത്ര വലിയൊരു ബിൽഡിംഗ് പണിയുവാൻ സാധിക്കുന്നത്? അസാധ്യമാണെന്ന് എല്ലാവരും വിധി എഴുതി. എന്നാൽ സതീഷ് കുമാറിന് ഉറപ്പുണ്ടായിരുന്നു, ദൈവിക ആലോചന പ്രകാരമാണ് താൻ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. 2012 നവംബർ മാസം 11 കല്ലിട്ട് പ്രാർത്ഥിച്ച് പണികൾ ആരംഭിച്ചു. കൃത്യം 52ാമത്തെ ദിവസം ഡിസംബർ മാസം 31 ആയപ്പോഴേക്ക് പണികൾ പൂർത്തീകരിക്കപ്പെട്ടു. 2013 ജനുവരി 1 പുതുവർഷ ആരാധന ആ ആലയത്തിലാണ് അവർ നടത്തിയത്. 18,000 ആളുകൾ ഒന്നിച്ച് ആ ആരാധനയിൽ പങ്കെടുത്തു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ സഭ വളർച്ച പ്രാപിച്ചു. 1000-കണക്കിന് ആളുകൾ വീണ്ടും സഭയിലേക്ക് ഒഴുകിയെത്തി.
അങ്ങനെ വന്നപ്പോൾ വിശാലമായ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി വന്നു. ഈ പ്രധാന കെട്ടിടത്തോട് ചേർന്ന് 3 അനുബന്ധ കെട്ടിടങ്ങൾ കൂടി ഉണ്ടാക്കി. ഇപ്പോൾ ഏകദേശം 40,000-നും 50,000-നും ഇടയിൽ ആളുകൾ അവിടെ ഒന്നിച്ചിരുന്ന് ആരാധിക്കത്തക്ക നിലയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ആരാധനാലയത്തിൽ ഒരു ദിവസം തന്നെ പല ഷിഫ്റ്റുകളിലായി ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നാണ് സഭ അവകാശപ്പെടുന്നത്. സഭയ്ക്ക് തെലങ്കാനയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകൾ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ വിശാലമായ ഒരു സൗകര്യം സഭയ്ക്ക് വേണ്ടി ഒരുക്കി. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ സഭയിൽ ഇപ്പോൾ 60,000-ലധികം ആളുകളാണ് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും വിശാലമായ സൗകര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ആരാധനാലയമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നത്. ഡോക്ടർ സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കുള്ള 2 ബന്ധങ്ങൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തേത്, പാസ്റ്റർ സതീഷിന്റെ സ്നാനം നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ്, കോഴിക്കോട് വെച്ച്. കോഴിക്കോട്ടാണ് അദ്ദേഹം തന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ വർഗീസ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, 2018 അദ്ദേഹം കേരളത്തിൽ വരികയും വിശാലമായ ഒരു സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അത് നടന്നത് തിരുവല്ലയിലായിരുന്നു. ആ സമ്മേളനം കോർഡിനേറ്റ് ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. കേരളത്തിലെ എല്ലാ പെന്തക്കോസ്ത് സഭകളും ചേർന്ന് ദേശീയ പ്രാർത്ഥനാ ദിനം എന്ന പേരിൽ 2018 ഏപ്രിൽ മാസം 10-ാം തീയതി തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ വിശാലമായ ഒരു സമ്മേളനം നടത്തി. അന്നത്തെ IPC പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ ആയിരുന്നു അതിന്റെ മുഖ്യ സംഘാടകൻ. തുടർമാനമായി 12 മണിക്കൂർ നീണ്ട ആ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തിച്ചേർന്നത് ഡോക്ടർ സതീഷ് കുമാർ ആയിരുന്നു. അന്നുവരെ മലയാളി സമൂഹത്തിൽ അദ്ദേഹം പരിചിതനായിരുന്നില്ല. അനുഗ്രഹീതമായ നിലയിൽ അദ്ദേഹം ശുശ്രൂഷ നിർവഹിക്കുകയും തന്റെ അനുഭവ സാക്ഷ്യം വേദിയിൽ പറയുകയും ചെയ്തത് ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി മാറി. 20,000-ലധികം ആളുകളാണ് അന്നത്തെ സമ്മേളനത്തിൽ തിരുവല്ലയിൽ ഒത്തുകൂടിയിരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് പാസ്റ്റർ സതീഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് അവരുടെ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലുള്ള ഈ സഭയും അതുപോലെ തന്നെ ധാരാളം പുതിയ വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന സഭയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ സഭയ്ക്കെതിരായിട്ട് വലിയ ആരോപണങ്ങൾ ദീർഘകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. മതം മാറ്റമാണ് പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഏകദേശം 3,000-ലധികം ആളുകളെ അവിടെ ഹൈന്ദവ മതത്തിൽ നിന്ന് ഈ സഭയിലേക്ക് മതം മാറ്റിയെടുത്തു എന്നാണ് പ്രധാന ആരോപണം. അതോടൊപ്പം നിയമവിരുദ്ധമായി പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നു. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണങ്ങൾ നടത്തി ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ സഭയ്ക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ സഭയുടെ ആരാധനകളെ തടയുവാനോ ആ നിലയിൽ അതിനെ പൊളിച്ചു കളയുവാനോ ഉള്ള ശ്രമങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്കെത്തുന്ന ഒരു ആരാധനാലയം പൊളിച്ചു നീക്കുവാനുള്ള ഉത്തരവ് അതേ നിലയിൽ തുടരുമോ? എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഒരുപക്ഷെ ആ സഭാ ഹോൾ പണിതിരിക്കുന്നത് നിയമപ്രകാരമുള്ള അനുമതികൾ ഇല്ലാതെയാണെങ്കിൽ അതിനാവശ്യമായ ഫൈൻ ചുമത്തി അതിന് അംഗീകാരം കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല, സഭ എന്ത് തീരുമാനിക്കുന്നു, അവരെന്ത് ക്രമീകരണങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അവിടെയുള്ള സഭയെയും അവിടെയുള്ള വിശ്വാസികളെയും ആ പ്രസ്ഥാനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.